ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ഉത്തരം എനിക്കറിയാം. ഒന്നല്ല, എത്രയോ തവണ നിങ്ങളുടെ ചെറുപ്പകാലം മുതൽ വലിയവനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടലുകളെല്ലാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം ആരംഭ വചനങ്ങൾ നാം വായിക്കുമ്പോൾ ഇത്തരത്തിൽ കർത്താവിൻ്റെ ഒരിടപെടൽ നാം കാണുന്നുണ്ട്. കുറേ ആളുകൾ ഒരു തളർവാദ രോഗിയെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അവൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. എന്തായിരുന്നു അവന് വേണ്ടത്? അത് കർത്താവ് അറിഞ്ഞു. അത്തരത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് 2 തലങ്ങളിലുള്ള സൗഭാഗ്യങ്ങൾ അവന് അവിടുന്ന് നൽകുകയാണ്. അവനെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് പെട്ടെന്ന് കർത്താവ് അവനെ സുഖപ്പെടുത്തും എന്നാണ്. എന്നാൽ അവിടുന്ന് ശ്രദ്ധിച്ചത് അവൻ്റെ ആത്മാവിലേക്കാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ആദ്യം അവന് ആത്മീയമായ ഒരു സൗഭാഗ്യം നൽകുകയാണ്. അതിനുശേഷമാണ് ലൗകികമായ സൗഭാഗ്യം നൽകുന്നത്. ആദ്യം കർത്താവ് അവനോട് പറയുന്നു, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പിന്നീടാണ് അവിടുന്ന് സൗഖ്യം നൽകിക്കൊണ്ട് അവനോട് നിൻ്റെ കിടക്കയെടുത്ത് പോവുക എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ട സഹോദരരെ, ദൈവം ഇടപെടുന്നത് ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നമ്മുടെ ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി, ആത്മീയ സൗഭാഗ്യങ്ങൾ നൽകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, ദൈവമക്കളായി നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി അവിടുന്ന് ലൗകിക സൗഭാഗ്യങ്ങൾ നൽകും. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും ഇടപെടുന്നതിനേക്കാൾ കൂടുതലായി ഇടപെടേണ്ട വ്യക്തി ദൈവം തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിരന്തരം ദൈവത്തിൻ്റെ സ്നേഹമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പുകാലത്ത് ഞാൻ ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദൈവിക പ്രേരണയാൽ, എന്നോടടുപ്പമുള്ള അനേകം ആളുകളുടെ ആഗ്രഹത്താൽ തിരുവചനം കുടുംബാധിഷ്ഠിതമായി പങ്കുവയ്ക്കാൻ ഞാൻ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരെയും എൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊത്ത് ഈ ശുശ്രൂഷയിൽ സഹകരിക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ നേരുന്നു. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും രൂപപ്പെടുത്തിയല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളെ നിരന്തരമായ ഇടപെടലുകൾ വഴി അവിടുന്ന് നയിക്കുന്നല്ലോ. ഇപ്പോൾ ഈ തിരുവചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ വ്യക്തികളെയും, അവരുടെ കുടുംബങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇവർക്ക് ഓരോരുത്തർക്കും ആത്മീയവും ലൗകികവുമായ അനുഗ്രഹങ്ങൾ, സൗഭാഗ്യങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണമേ. ആമേൻ.